ഉത്തരാഖണ്ഡിൽ വന്നപ്പോൾ ഇവിടുത്തെ ഗ്രാമങ്ങൾ കാണാനൊരു കൊതി കേട്ടോ. അപ്പം നമ്മുടെ റിസോർട്ടിൻ്റെ ഓണറായ ദീപകിനോട് ചോദിച്ചു, ഒന്ന് അവിടെയൊക്കെ കാണാൻ പറ്റുമോ? നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയാൽ അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, പുള്ളിയുടെ റിലേറ്റീവ്സാണ് അവിടെ താമസിക്കുന്നത്, ഉറപ്പായിട്ടും വൈകുന്നേരം നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ റിസോർട്ടിൻ്റെ തൊട്ട് താഴെയുള്ള വഴിയും കൂടെ ഇങ്ങനെ പോവുകയാണേ. നല്ല രസമുള്ള സ്ഥലം. ഗ്രാമത്തിലോട്ടൊക്കെ പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസം കേട്ടോ. തട്ടായിട്ട് ഈ തട്ടായിട്ട് ചെയ്തിരിക്കുന്നത് മെയിനായിട്ടും ഈ സോയിൽ ഇറോഷൻ തടയാനും പിന്നെ കൃഷിക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ. ഇപ്പോഴല്ല അവരുടെ കൃഷി സമയമെന്ന് പറയുന്നു. മഴ സമയം, അതായത് ജൂൺ ജൂലൈ സമയത്തൊക്കെയാണ് കൃഷി സമയം. അപ്പോഴാണ് വന്നിരുന്നെങ്കിൽ നിറയെ കൃഷികളും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ കൃഷി ചെയ്യാനും വലിയ പാടാണ്. മങ്കീസ് കൊണ്ടുപോകും. പിന്നെ ഇവിടെ പന്നികളുണ്ട്, പന്നിയുടെ ശല്യമുണ്ട്. പൊട്ടാറ്റോ ഒന്നും നടാൻ പോലും പറ്റത്തില്ല, പന്നിയൊക്കെ കൊണ്ടുപോകും എന്നൊക്കെ ഇങ്ങനെ ദീപൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ സമയത്താണ് ഇവിടെ മൂടൽമഞ്ഞൊക്കെ വരുന്നത്. അല്ലാത്ത സമയം ക്ലിയറാണ്, പക്ഷെ തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദീപകിൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നു. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള വീടും അവിടുത്തെ ആൾക്കാരും ഒക്കെ എന്ത് സ്നേഹമുള്ളവരാണെന്നറിയോ. നിറയെ ഓറഞ്ചും നാരങ്ങയൊക്കെ നിൽപ്പുണ്ട്. മാവിൻ്റെ എല്ലാം നിൽക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ മണപ്പിച്ച് നോക്കി, ഇനി മാവ് തന്നെ എന്നുള്ളത്. അപ്പം മാവ് തന്നെ കേട്ടോ. ഇവിടെ ഓറഞ്ചൊക്കെ നിൽപ്പുണ്ട്, പക്ഷെ അത് കഴിക്കാൻ കൊള്ളില്ല, ഭയങ്കര പുളിയാന്ന് പറഞ്ഞേ. ഞാനങ്ങനെ ഓറഞ്ചിൻ്റെ കാര്യം പറയുന്നത് കണ്ടപ്പോൾ അവർ കരുതി ഓറഞ്ചൊന്നും കിട്ടാത്ത നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നതെന്ന് കരുതിയിട്ട് അവർ വാങ്ങിച്ച് വെച്ചിരുന്ന ഓറഞ്ചിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്ത് തന്നു കേട്ടോ. അത് ഓറഞ്ച് എല്ലാം ഒരു ജ്യൂസ് അടിക്കുന്ന, മൊസമ്പി അല്ല, ജ്യൂസ് അടിക്കുന്ന ഒരു ടൈപ്പ് ഓറഞ്ച് ഇല്ലേ, അതാ. ആ ഓറഞ്ചിനോടൊപ്പം മുക്കി കഴിക്കാനായിട്ട് അവരൊരു ചമ്മന്തിപ്പൊടിയും തന്നെ. ആ ചമ്മന്തിപ്പൊടി അവർ അമ്മിക്കല്ലിലിട്ട് അരച്ച് പൊടിച്ചതാണെന്ന് പറഞ്ഞത് കേട്ടോ. കറിവേപ്പിലയും ഉപ്പും അത് പറഞ്ഞപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. നല്ലൊരു ചമ്മന്തിപ്പൊടിയായിരുന്നേ. എന്നിട്ട് അവിടെ കുറച്ച് സമയം നിന്ന് അവരുടെ കാര്യമൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവുകയാണ്. അതാണ് അവരുടെ കിണറെന്ന് പറയുന്നത്. ആ കിണറ്റിൽ നിന്നാണ് കുടിക്കാനും കുളിക്കാനും ഒക്കെ അവർ വെള്ളം എടുക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ എല്ലാം അവരുടെ റൂഫിൻ്റെ മുകളിലാണ് ഇങ്ങനെ എന്താണ് വൈക്കോൽ വച്ചിട്ടുണ്ടാവും. വീട്ടിലെ സ്ഥലം വേറെ ഇല്ലാത്തത് കൊണ്ടാവാം മേൽക്കൂരയ്ക്ക് മുകളിൽ ഇങ്ങനെ വൈക്കോൽ വെച്ചിട്ടുണ്ടാവുന്നത്. എനിക്കതിനെപ്പറ്റി അറിയത്തില്ല കേട്ടോ. അവരുടെ മേൽക്കൂര എന്ന് പറയുന്നതും കല്ല് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കല്ലില്ലേ, കല്ല് വെച്ചിട്ടാണ് മേൽക്കൂര ചെയ്തിരിക്കുന്നത്. വളരെ പഴയ രീതിയിലുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത്. എന്ത് തന്നെയായാലും കൃഷിയൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടുത്തെ ഗ്രാമം കാണാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമുണ്ട്. എവിടെ പോയാലും ഇതുപോലെ ഗ്രാമങ്ങളും അതൊക്കെ കാണുന്നതാട്ടോ കുറച്ചുകൂടെ ഭംഗി. അവരുടെ ആ ഒരു കൾച്ചറൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് സ്ഥലമെല്ലാം വന്ന ശേഷം റൂമിലെത്തിയപ്പോഴേക്കും അവരിത് ചെറുതായിട്ട് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നേ. ഇവിടെ രാവിലെ അധികം തണുപ്പൊന്നുമില്ല, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞ് ചൂടില്ല ആണ്. പക്ഷേ വൈകിട്ടായാൽ തണുപ്പ്, നല്ല തണുപ്പുണ്ട് കേട്ടോ, സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. അപ്പോൾ ഇങ്ങനൊരു ക്യാമ്പ് ഫയറൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഉത്തരാഖണ്ഡ്. ഇനി ഒരിക്കൽ കൂടി ഉറപ്പായിട്ടും ഉത്തരാഖണ്ഡ് നല്ല രീതിയിൽ കാണാനായിട്ട് വരും.